വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 44 45 വാക്യങ്ങൾ. പീഡാനുഭവത്തെക്കുറിച്ച് രണ്ടാം പ്രവചനം. അവന്റെ പ്രവർത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. ക്രൈസ്തവ ജീവിതത്തിന്റെ സ്ഥായീ ഭാവമായി മാറേണ്ട സഹനം എന്ന യാഥാർത്ഥ്യം. മറുരൂപാന്തരീകരണ ദൈവിക അനുഭവത്തിനു ശേഷം യേശു ശിഷ്യന്മാരൊത്ത് മലയുടെ താഴ്വാരത്തേക്ക് ഇറങ്ങിവന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തന നിരതമാകുന്നു. ജനങ്ങൾക്കെല്ലാം യേശുവിന്റെ പ്രവർത്തനങ്ങളെയും സമീപങ്ങളെയും പറ്റി വളരെ മതിപ്പായിരുന്നു. എല്ലാവരും തന്നെ യേശുവിനെ പറ്റി പ്രകീർത്തിക്കാനും നല്ലത് മാത്രം പറയാനും ഇടവന്ന ഒരു സമയമായിരുന്നു അത്. യേശുവിന്റെ പ്രശസ്തി ചുറ്റുപാടിലും നിറഞ്ഞു നിൽക്കുന്ന ആ അവസരത്തിൽ യേശു ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് രണ്ടാമതും താൻ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളെയും അതിന്റെ അവസാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന കുരിശിലെ ബലിയെയും അതിനുശേഷം താൻ ഉത്ഥാനം ചെയ്യപ്പെടുമെന്നും ഒക്കെ ശിഷ്യന്മാരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശിഷ്യന്മാർക്ക് യേശുവിന്റെ ഈ വാക്കുകൾ ഒന്നും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. യേശു വീണ്ടും വീണ്ടും ശിഷ്യന്മാരെ ഈ ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത് തന്റെ ദർശനത്തിന്റെ സ്ഥായീഭാവമായിട്ടുള്ള സഹനത്തിലേക്ക് ഉള്ള ഉൾവിളി അവർക്ക് നൽകാൻ വേണ്ടി കൂടി ആയിരുന്നിരിക്കണം എന്ന് നമുക്ക് ധരിക്കാം. പക്ഷേ ശിഷ്യന്മാരാകട്ടെ തങ്ങളുടെ ഗുരുവായിരിക്കുന്ന യേശു കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കാൻ പോലും ആഗ്രഹമില്ലാത്ത രീതിയിൽ, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും ശക്തിയില്ലാത്ത രീതിയിൽ, അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാൻ പോലും അവര് ഇഷ്ടപ്പെടാത്ത ആ വിഷയം അവർ കരുതിക്കൂട്ടി മറക്കാൻ ശ്രമിക്കുന്ന പോലെ ഉള്ള ഒരു അനുഭവമാണ് അവരിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ തള്ളിക്കളയേണ്ട, മറക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല സഹനം എന്ന് പറയുന്ന യാഥാർത്ഥ്യമെന്നും ആ സഹനത്തെ സാധനയാക്കി മാറ്റാനുള്ള അസംസ്കൃത വസ്തുവാണ് സഹനം എന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ദർശനത്തിന്റെ ആധാരം തന്നെ എന്ന് നാം എന്ന് മനസ്സിലാക്കിയെടുക്കുന്നുവോ അന്നേ നമ്മളിലൂടെ ക്രൈസ്തവ ജീവിതം പുനർജനിക്കാനിടവരുള്ളൂ.